ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ ലൈവ് സ്ട്രീം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ. ബോയ്സ്, അപ്പം കുറച്ചുകൂടി ആൾക്കാർ വരട്ടെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും എൻ്റെ താടി മീശയും പോയി. വി ആർ ഗോണ പ്ലേ റോൾ പ്ലേ ഇൻ പാലാരിവട്ടം. ഈ റോൾ പ്ലേ ഞാനും ദിവനും കൂടിയാണ് ചെയ്യുന്നത്. റൂൾസ് എത്ര മാത്രമല്ല കേട്ടാ. വൺസ് യു ഗോ ഇൻ ടു ക്യാരക്ടർ യു കാൺ ചേഞ്ച് ബാക്ക് കേട്ടോ. ക്യാരക്ടറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം ക്യാരക്ടറിൽ നിന്ന് കുറച്ചെങ്കിലും ക്യാരക്ടറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന് 100 രൂപ കേട്ടോ. അവന് 100 രൂപ, എനിക്ക് 100 രൂപ രീതിയില്ല കേട്ടോ. ക്യാരക്ടറിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഓരോ ക്യാരക്ടർ ചെയ്യുന്ന നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പം ഞാൻ ക്യാരക്ടറിൽ നിന്ന് മാറിയാലും അവൻ ക്യാരക്ടറിൽ നിന്ന് മാറിയാലും റോൾ പ്ലേ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് റോൾ പ്ലേക്കകത്ത് മെയിൻ ഈ ഒരു റൂൾ മാത്രമേ ഉള്ളൂ. എന്ത് സാഹചര്യത്തിലും ഇനി അങ്ങോട്ട് നമ്മൾ പെണ്ണാണ് കേട്ടാ. അതിപ്പോൾ ആര് വന്ന് എന്ത് വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ പോലും മാക്സിമം നമ്മൾ ഈ റോൾ പ്ലേ തന്നെ പോകും. ലീലാകൃഷ്ണനാ. അപ്പം ബോയ്സ് എല്ലാം സെറ്റ് അല്ലേ? ശാന്തല്ലേ? എന്താ നിന്റെ പേര്? ശാന്തയല്ലേ ഇവന്റെ പേര്? സരസു. സരസ്. ഓ സരസ് 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 സരസ്. ഈ സരസു എന്താ ഈ സരസു ഈ സരസു എടി നിന്നെയാണ് വിളിക്കണി. യെസ്. എന്ത് യെസ്? ഒരു ഉന്മേഷമില്ലാത്ത നിനക്ക്. പോയാലോ നമുക്ക്? നമുക്ക് പോവാം. ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും. യമുനേച്ചി പോകില്ല. നീ അങ്ങനെയൊക്കെ പറയാതെ, എനിക്ക് നാണം വരും. എന്തെങ്കിലുമൊക്കെ നടക്കും ചേച്ചി. ഞാൻ എവിടെ പോയാലും പലതും നടക്കാറുണ്ട്. എന്റെ പുറകെയാണെന്നേ ഉള്ളൂ. ക്യാമറയുടെ ഫോക്കസ് പോകുന്നു. ക്യാമറമാൻ നമ്മള് കുണ്ടന്നൂർ ജംഗ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ആണോ? അതെന്താ നിനക്ക് ഈ ജംഗ്ഷൻ വന്നപ്പോ തന്നെ മാത്രം നിനക്ക് സ്ഥലത്തിന്റെ പേര് ഓർമ്മ വന്നത്? അത് ശരിയല്ല കേട്ടോ. നോട്ടി ബോയ്, ഞാൻ ശ്രദ്ധിക്കുന്നു. കുണ്ടന്നൂർ എന്നൊരു വള. നോക്കി നടക്കണേ. കുണ്ടന്നൂർ എന്നൊരു വള വളച്ച് നേരെ നോക്കി നടക്കണേ. പല വിനോദം ഉണ്ടെങ്കിൽ പറഞ്ഞു നിൽക്കാണ്. എന്തിനാണ് കേട്ടിവിടുന്ന വഴിയൊക്കെ ചേർന്ന് കുറെ കഷ്മളന്മാര് അടിക്കുന്നത്. എന്റെ കസ്റ്റമറാ. അരെ ഹരേ മഹാദേവ്, അരെ പൈസാ ദേ ദോ. എന്താണ് ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. ഇതല്ല മാർക്കോ തൊപ്പി ഇഷ്യൂ. ഇവന്മാർക്കൊക്കെ തൊപ്പിക്ക് ഇഷ്യൂ ഉണ്ട്. ഷട്ടി മേടിച്ചതാ. കുറെ നേരമായി തൊപ്പി ഇഷ്യൂ ഉണ്ട്. നിനക്ക് തൊപ്പി പറയുന്നത് യമുനയുടെ തൊപ്പി പറഞ്ഞു. എടി സരസ്, നീ എന്താണ് ഈ വാട്ടർ ടാങ്കിന്റെ പുറകെ പോയി നിൽക്കുന്നത്? നീ അപ്പോഴേക്ക് ഊരാൻ തുടങ്ങിയ എന്ത് പറ്റിയടി? സെറ്റിലടി. നീ വണ്ടി നോക്കിയടി. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാനാ? നമ്മള് ബസ് പിടിക്കാൻ വന്നതാണോ? കാറുകാരൊക്കെ നോട്ടം നോക്കുന്നു. അമ്മയെ കേൾക്കണവരൊക്കെ കേട്ടില്ലേ അമ്മമാര്? ആന്നേ വെറുതെ ഒരു വൃത്തികെട്ട നോട്ടം. നീ എന്നെ ഡ്രസ്സിന് എങ്ങനെ ഉണ്ട് നോക്കി? കൊള്ളാടി. കൊള്ളാവാ? സൂപ്പർ ആയിട്ടുണ്ടടി. ലൈറ്റുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് മാറി. എനിക്ക് ഡ്രസ്സ് ഒന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. എന്റെ പുറകിൽ വല്ലതും ഉണ്ടോ? ഇല്ല. സാരി കറക്റ്റ് നീറ്റല്ലേ? ഇല്ല. ആൾക്കാർക്കൊരു നോട്ടം. എടി നീ മുമ്പിലോട്ട് നടന്നു പോകുന്ന ഇങ്ങോട്ട് വന്നടി. നിനക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് നടക്കാനുള്ള കഴിവെങ്കിലും വേണം സരസു നിനക്ക്. നിന്റെ എന്താണ് എല്ലാം ഊരിപ്പോകുന്ന? ആവശ്യത്തിന് അധികം വെച്ച് നടക്കുക ആള്. ഡ്രൈവ് ചെയ്ത് എല്ലാം ഊരിപ്പോയി. നിനക്ക് അല്ലെങ്കിലും ഡ്രൈവ് കൂടില്ല. സിങ്ക് ആയിരിക്കണം. നടത്തിന് അങ്ങോട്ടും മാറ്റം വരരുത്. ഇതൊക്കെ ചെറിയല്ല, കോമ്പറ്റീഷൻ ഐറ്റമാണിത് കേട്ടോ. ആദ്യം നമ്മൾ നടക്കും. പിന്നെ നമ്മള് മുടി ഇങ്ങനെ തട്ടും. പിന്നെ നമ്മള് സാരി ഇട്ട് കറക്കും. കേട്ടോ, ഇത് 3 ചെയ്യാൻ പറ്റും നിനക്ക്. ചെയ്യാം. ഒരുമിച്ച് ചെയ്യണം. ആദ്യം നടക്കും. പിന്നെ മുടി റെഡിയാക്കണം. മുടി റെഡിയാക്കണം അല്ലേ? വെറുതെ അല്ല, നിന്നെ ആക്കി തരാം. മുടി റെഡിയാക്കണം. പിന്നെ നീ ഇട്ട് സാരി ഇട്ട് കറക്കണം. അല്ല, ആ ഒരു ഫെമിനിറ്റി വേണം കേട്ടോ. ഇല്ലെങ്കിൽ നീ ചോദിച്ചാൽ ഞാൻ തരാം. അപ്പൊ ശരിയല്ല, നടക്കും. 3, 2 റൈറ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങണം കേട്ടോ. ഒന്ന് മുടി, സാരി പിടിച്ചോ. സാരി പിടി. നമ്മളിങ്ങനെയൊക്കെ നടക്കാറുള്ളൂ, ഇറങ്ങി നടക്കാറില്ല കേട്ടോ. നിനക്ക് ആവശ്യത്തിലധികം ഉണ്ടല്ലോ. എന്നിട്ട് നിനക്കൊരു കുലുങ്ങില്ലല്ലോ. എന്തായാലും വാ, കുഴപ്പമില്ല. യമുനെ എന്തിനാ വിളിച്ചത്? കഴിഞ്ഞ ലൈവ് സ്ട്രീമിൽ പാലാരിവട്ടം വരാൻ പറഞ്ഞ് യമുന ഇപ്പൊ എടപ്പള്ളിയിലെത്തി. ആ ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ല. എന്ത് നോട്ടമാണ് ഇത്? നിങ്ങളെ 3 പേരും കൂടി എന്ത് ചെയ്യുന്ന വണ്ടിക്കകത്ത്? എന്താ കാറ്ററിംഗ് പണിക്ക് പോയതാണോ? സത്യം പറ, ആരെങ്കിലും പൊക്കണ്ട് പോവാണോ?
പറ, യമനെ റെഡിയാക്കി തരാം. പൊക്കിക്കൊണ്ടാണെ പറ. അവരാരെയും പൊക്കൊണ്ട് പോവല്ലെന്ന് തോന്നുന്നു. എന്നാ ശരി, യമന പോട്ടെ. യമനക്ക് പല പരിപാടിയും കാണും, ചോദിക്കാൻ ആരും ആയിട്ടില്ല കേട്ടാ. ആ, എന്താ പരിപാടി എന്ന് പോലും യമനടുക്ക് എന്തൊക്കെ അറിയണമല്ലേ. എന്താ സരസ് നീ ഇത്ര ബലം പിടിച്ച് കിടക്കുന്നത്? കുറച്ചൊക്കെ വിട്ടുതാടാ. ആവശ്യമില്ല, ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ മുടി ശരിയാണ്. അതുപോലെ വെള്ളം കുടിക്കണം വേണമെങ്കിൽ ഒരു സോഡ, ഉപ്പ് സോഡ വേണ്ട. എന്ത് പറ്റി സരസ്? നിനക്ക് പല പ്രശ്നമുണ്ടേ പറ. ഇല്ലടി, നടക്ക്. ഒരു വെള്ളം കുടിച്ചിട്ട് പോവാം. ആ, കുടിക്കുന്നേ കുടി. കുടിച്ചിട്ട് പോകാൻ എന്താ? ഏട്ടാ ഉപ്പ് സോഡ വന്നേ. നല്ല വേണേ പറ, ഞാൻ മേടിച്ചു തരാം. നീ മേടിക്കണ്ട, നിന്റെ പൈസ ഒന്നുമില്ല എനിക്കറിയാം. ഏട്ടാ പ്രോഗ്രാമേ യമന വെറുതെ പുറത്തിറങ്ങിയല്ലോ. അല്ലാടി സരസു, സരസു ചേട്ടാ എന്തോ ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുന്നതിന് ചോദിക്കണ്ടേ? ചേട്ടൻ ഒരു ഇതില്ലാതെ എടുക്കുന്നുണ്ടാ? ഞാൻ ചോദിച്ചാ ഓക്കെ പറയും, പക്ഷെ ഇങ്ങനെ ചോദിക്കാനൊക്കെ ശരിയല്ല. എടാ ക്യാമറമാനെ നീ വീഡിയോ എടുക്കുന്ന മറ്റേ ക്യാമറമാനായിട്ട് പരിശീലിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോ എടുത്ത് കളിക്കുവാണോ ഇപ്പൊ നിങ്ങള്? ആ, ഇത് കൊള്ളാല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോ എടുത്ത് കളിക്കുന്നു ഇവന്മാര്. ആ, ഇത് കൊള്ളാം. നീ പേടിപ്പിച്ചവരാ, പേടിപ്പിച്ചാ. ആ, വലിയ ക്യാമറ വെച്ച് പേടിപ്പിച്ച്. ആ, ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നീ കുടിച്ചാടി, കുടിച്ചു തീർത്തടി. ഇങ്ങോട്ട് പോന്നടി. ഇതൊക്കെ വെറുതെ അടി ഉരുണ്ടുരുണ്ടിരിക്കുന്ന നീ. എപ്പൊ പോയ വഴി അറിഞ്ഞില്ലല്ലോ. നീ ആ ഗ്ലാസ് വിഴുങ്ങിയ? ഗ്ലാസ് റെഡി അവിടെ വെച്ച്. ചേട്ടാ ഇവള് ഗ്ലാസ് വിഴുങ്ങിയ ഇല്ലേ? അല്ല, ഗ്ലാസ് കഴിക്കാന്നല്ല വിഴുങ്ങിയാന്ന് ചോദിച്ചത്. അല്ല, പെട്ടെന്ന് മാഞ്ഞു ഏതാ. ഓൾറെഡി ഇവിടെ അറിയാലോ നിനക്ക്, നിന്നെ ആൾക്കാർക്ക്. എന്ത് ചെയ്യാനാ? ഓൾറെഡി ഫേമസ് ആളാ. എല്ലാരും എന്നെ മതി. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണില്ല. എന്താ എല്ലാം പോയോ? എന്താ പോയത്? സാരി ഊരിയ? എവിടെ ഊരി? ഇവിടെ ഊരി. എന്താണ് നിന്റെ എങ്ങനെയാണ് സാരി ഊരി എന്ത് പറയുന്നത്? ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ വരാൻ പറഞ്ഞു. എന്റെ ലാസ്റ്റ് ലൈവ് സ്ട്രീമിൽ ഞാൻ വന്നു. സ്ഥലം ഇനി നിങ്ങൾ എന്തായാലും തീരുമാനിക്കേണ്ടി വരും കേട്ടാ. എനിക്ക് സമയമില്ല, കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാം, മഴ പെയ്യുന്നു. ബാക്കും ഫ്രണ്ടും ആട്ടിക്കൊണ്ട് ഓടാണ്. ആ മുഹമ്മദേ, ഇപ്പൊ അർജുനുള്ള ക്യാരക്ടറിലോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് പറയും, നമ്മള് പാലാരിവട്ടം വരാൻ പറഞ്ഞു ലാസ്റ്റ് ലൈവിൽ. ആരും പ്രതീക്ഷ കാണാത്ത ഞാൻ കമ്മിറ്റ് ചെയ്ത് പെൺവേഷത്തിൽ പാലാരിവട്ടം വരുമെന്ന്. എന്തായാലും താടി പോയ സ്ഥിതിക്ക് ഞാൻ വന്നിട്ടുണ്ട്. നീ സെറ്റാക്കിയ ഇല്ലേ? എല്ലാം പോയോ? എന്താടാ കാണിച്ചു കൂട്ടുന്നത്? എല്ലാം പോയാ? നീ വാതർന്ന് പറഞ്ഞോ? കുറച്ചു നേരത്തെ ക്യാരക്ടർ കിട്ടോ? എന്താണ് ഇത്? കാറിലിരുന്ന് ഓടിച്ചു കാറിലിരുന്ന് ഓടിച്ചതാടാ? ഒന്ന് വയറൊന്നും അങ്ങോട്ട് ആഞ്ഞു പിടിച്ചേ ഇരുന്നോളൂ. ആടാ, എന്റെ പേരുന്ന് പോയില്ലല്ല, എന്റെ പേരുന്ന് പോയില്ലല്ല. ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ ഏരിയയിൽ പോയി നിക്ക്, കശ്മളന്മാരാണേൽ വരുള്ളൂ. പോയി നിക്കുന്നത് നിൽക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒക്കെ ഇന്നലെ ലൈവ് വന്ന് ഇവന്മാർ പറഞ്ഞപ്പം അവന്മാരെന്ത് വിചാരിച്ചു എനിക്ക് ചെയ്യാൻ നാണം ഉണ്ടെന്നാ. നാണമൊക്കെ പണ്ടേ എടുത്ത് കളഞ്ഞേ. ആസ് എ യൂട്യൂബർ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ആൾക്കാരെല്ലാം നോക്കുവാണ് അവിടുത്തെ. അയ്യോ, എന്റെ ഊരിപ്പോയാൻ. എന്റെ ഊരി ഞാൻ പിടിച്ചു. എന്റെ ഊരി പിടിച്ചു. ആൾക്കാരങ്ങനെ നടക്കുന്നു ചെയ്തിട്ടുണ്ട്. അതാണ് അമ്മമാരെ സമ്മതിക്കണം അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാ. അമ്മമാരെ സമ്മതിക്കണം ഉടുക്കണതും ഇതിട്ടുണ്ട്. നടക്കാനൊക്കെ സീൻസ് ആണ്. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. എടാ എല്ലാം ഊരി പോകുന്നല്ലോ, പടച്ചോ. എടാ എല്ലാം പോകുന്ന പൊക്കിക്കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് കിട്ടിയ ആൾക്കാരെടുത്ത് പെരുമാറും. അവന്റെ ഡ്രസ്സ് വസ്ത്രാക്ഷേപം പബ്ലിക്കായിട്ട് ചെയ്യുവാണെന്ന് തോന്നുന്നു. എടാ വണ്ടിക്ക് അകത്തോട്ട് കയറ്. പാവാടയും പോയി സാരിയും പോയി ചെളിക്കകത്തിട്ട് വരത്തടാ. വില കൂടി സാരിയാ. അവൻ സാരി ഫുള്ള് മേടിച്ച് അതേ സാരിയിട്ട് അടച്ച്. ഈ പൊട്ടർ എന്താണ് ചെയ്തത് ദൈവമേ? എടാ സാരി അത് അകത്തോട്ട് കേട്ടടാ. വില കൂടിയ സാരിയാടാ നിന്റെ മേത്തോട്ട് ഇവിടോട്ട് നിൽക്കാം. ഇവിടെ നിൽക്കാം. അപ്പൊ നിന്നെ കാണാൻ വിളിച്ചു. എടാ എനിക്കറിയത്തില്ല ഞാൻ എന്തോ പറയണ്ടെന്ന് കേട്ടോ. ആൾക്കാർ വന്നു കഴിഞ്ഞാ മോനെ എന്താവോന്ന് എനിക്കൊന്നും അറിയത്തില്ല.
മഴ പെയ്യുന്നു. ആൾക്കാർ പോലും വന്നാൽ ഞാനെന്ത് പറയാനാണ്. അർജുന അണ്ണാ നീഴെ ആയിട്ട് മുടി ഫേസ് മറച്ച് നിക്കി അപ്പോ വരും. ഇതുപോലെ ഞാൻ കുറച്ചു നേരത്തെ കേട്ടുള്ള കേട്ടാ. എന്തിനാണ് നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തോ ആൾക്കാർ വന്ന് ചോദിക്കാൻ പോയ ആൾക്കാരുടെ ഞാൻ പോവാ. ഒന്നും എനിക്ക് തോന്നിയായിരിക്കും, ചിലപ്പോ വേറെ തോന്നിയതാ. ഞാൻ പോട്ടാ, നീ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പോവാ. എനിക്കും ഇതൊന്നും ചെയ്യാൻ. അങ്ങോട്ട് പോയി മുട്ടെന്ന് വേറെ പണിന് കേക്ക്. എന്റെ ചാരിത്രം എനിക്കറിയില്ല. ആൾക്കാർ സൈഡിൽ കൂടി പോയി വരുന്നവരെ നോക്കിയിട്ട് പോകുന്നുണ്ട്. എന്താ അറിയത്തില്ല, നമുക്കറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമ്മളൊന്നും പറയുന്നൊന്നും അതിനകത്ത്. ഞാൻ വെറുതെ നിൽക്കുന്ന റോഡ് സൈഡ് എത്ര മാത്രമേ ഉള്ളൂ. ഇതായിരുന്നല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഡ്രസ് ഇട്ടിട്ട് വന്ന് നിൽക്കാൻ. മോനെ ഈ പരിപാടി നടക്കില്ല. ഇവന്മാര് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളു മോനെ. ഇതില്ല ടോർച്ച് അടി എന്തിനാ പറയുന്നത്? എവിടെ ടോർച്ച് അടിക്കാൻ? ഞാൻ കളം വരച്ച് കളിക്കട്ടെ. എടാ വിഗ് പോരെന്ന് എനിക്കറിയടാ. ഞാൻ നിങ്ങൾ വെറുതെ ഡ്രസ് ഇട്ട് വരാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ ഞാൻ ആൾക്കാരെ മയക്കാൻ വന്നതല്ല. സരസുരെ ആരോ കൊണ്ടുപോയത്. സരസു ഒക്കെ ആളാ അല്ലെ? അവിടെ അവനെ എടുത്തോണ്ട് പോയ ആരൊക്കെ അറിയുന്നത്? എടാ പാവ കാറി കയറിയിട്ട് വലിയ ഒച്ച ഇതൊന്നും ഇല്ല. അതെ, കാറി കയറിയിട്ട് പിന്നെ അറിവൊന്നും ഇല്ല. ബാക്ക് കണ്ട ആൾക്കാർ വണ്ടി നിർത്തുവന്നാ. ബാക്കല്ലേ കാണിക്കുന്നേ? മതിയാ? ക്യാമറ പോയ നിമിഷത്തിൽ ക്യാമറ പോയ നിമിഷത്തിൽ നിങ്ങൾ അറിഞ്ഞിവിടെ നടന്നത്. ചേട്ടൻ ട്യൂൺ ചെയ്ത് ക്യാമറ അടക്കം ചൂരി പോയത് അത് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. സീൻ പണിയായ സരസു. ഇവനെ ഞാൻ വന്നപ്പോ കാറി കണ്ടില്ല. ഞാൻ താരോ തൂക്കിയെന്ന്. ആടാ പിന്നെ ആൾക്കാർ ഇടക്ക് സാരി വരുന്നതിടക്ക് കാറിനകത്ത് സാരി വരുന്നതിനെ പിടി. ഇവനെ ചെയ്തതേ ആൾക്കാർ. ഇവനെ ചെയ്തത് കാറിനകത്തിട്ട്. സാരി കൊടുത്ത് വണ്ടി കയറുന്ന ടാസ്ക് പരിപാടിയാ മോനെ. ഇതെല്ലാം സാരി ഊരാനും പാടാണ്, ഉടുക്കാനും പാടാണ്, നടക്കാനും പാടാണ്. ഇതിനകത്തിരുന്ന് എങ്ങനെ ഊരിയാ? അയ്യോ സരസ് ഊരാപ്പെട്ട പാട്. എന്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. സരസ് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ നിന്ന് പിരിച്ചു വിട്ടതല്ല, പിരിഞ്ഞു പോയതാ. ലൈറ്റ് തുടങ്ങിയ മഴ കൂടി കോപ്പ് പിന്നെ കുത്തി കയറി. നിനക്ക് ഓരോ 10 മിനിറ്റ് പോലും കറക്റ്റ് ഇടാൻ വരില്ല നിനക്ക്. ഇരുന്ന് ഊരിപ്പോയത്. ചവിട്ടി ഞാൻ മുമ്പേ കയറി ചവിട്ടി. മാനവും എല്ലാം കൂടി റോഡെ കിടന്നേ. മാനവും പോയി, എല്ലാം പോയത്. ഇപ്പൊ ഞാൻ ഈ വിഗ് മാറ്റണം. ഈ ലുക്ക് വേണം, ആ ലുക്ക് വേണം ഗൈസ്. ഈ ലുക്ക് വേണം. എന്ത് മെനക്കെട്ട പരിപാടിയാണ് ഈ പന്ന വിഗാണ്. എന്റെ വിഗ് വന്നേ മതിയായിരുന്നു. എന്റെ വിഗ് തന്നെ ഇതിപ്പോ ഊരിയുടെ തിട്ടപ്പോ ടാസ്ക് പരിപാടി. എന്താ സാരിയൊക്കെ എടാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താടിയും മീശയും പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ താടിയും മീശയും പോയത് സ്ഥിതിക്ക് ഒന്ന് പാലാരിവട്ടം വരെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാലാരിവട്ടം വരെ വന്നു. ഇപ്പൊ നമ്മൾ പാലാരിവട്ടം കഴിഞ്ഞിട്ട് നമ്മൾ മറീൻ ഡ്രൈവ് പോകും. മറീൻ ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാൻ പോകേണ്ടി വരും. ഇപ്പൊ 12 മണി 6 ഫുഡ് കഴിക്കുന്ന സ്പോട്സ് കുറവാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ വരെ വന്നിട്ടില്ലടാ. ഞാൻ മോസ്റ്റ്ലി അവിടെ വരെ വന്നിട്ട് നിർത്തും. 12 മണിവരെയുള്ളായിരുന്നു. നിങ്ങൾ എറണാകുളത്തുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് ഓർമ്മ പോലും ഒന്നും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ട് യവനെ ഇഷ്ടപ്പെട്ടെന്ന് പോ ചുമ്മാ. യവനയുടെ സാരി ചെറുതായിട്ട് ചവിട്ടി തേങ്ങുന്ന കാസർഗോഡ്. കോഴിക്കോടല്ലേ? എനിക്ക് മിസ്റ്റേക്ക് ആയിപ്പോയി. സോറി. ഫ്രണ്ടിന്റെ പേരെന്തുവാ? എല്ലാരും സബ്സ്ക്രൈബ്. ഇത് എവിടെയാ സ്ഥലം? കൂട്ടുകാർ യമനെ കണ്ടിട്ട് നിന്നതാ. കൂട്ടുകാരിങ്ങനെ വഴി പോകുന്ന യമനമാരെയൊക്കെ കാണുമ്പോ നിക്കാറുള്ളതാണ്. ചെറുതായിട്ടൊരു കുഴപ്പമുള്ളതാ അല്ലേ? അവന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളം കൊച്ചിക്കാരി വേണോ? ഞാൻ കൊച്ചിയല്ല, ഞാൻ മലയാളം. ഇവിടെ എല്ലാം സെറ്റാണ്.
ഇവിടെ എല്ലാം സെറ്റാണ്. എല്ലാരും തുറച്ച് എന്റെ വയറ് തുറന്നിരിക്കുവാടാ. അല്ലല്ല ഓ എനിക്ക് പെട്ടെന്ന് കയറി കാറ്റടിച്ചപ്പോ എനിക്കൊന്ന് വയറ് തുറന്നിരിക്കുകയാണത്. എന്റെ ബ്ലൗസ് ഒക്കെ കീറി തുടങ്ങി കേട്ടോ. അവരൊക്കെ പറഞ്ഞേ അവിടെ ഷവായില്ല. ഷവായില്ലെങ്കിൽ അല്പം കഴിക്കും. ഇനി എങ്ങോട്ട് പോകാനാ? സീറ്റിംഗ് കയറി ഉണ്ടോ? എവിടെ ഇരുന്ന് കഴിക്കും. ഇമാരെല്ലാം കൂടി എന്തെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ട് എന്നെ വിലക്കെടുക്കുന്നു. കസ്റ്റമേഴ്സിനെ എടുക്കരുത്. അപ്പൊ എന്നെ എടുക്കാൻ പറ്റുമല്ലോ ഞാൻ കഴിക്കുന്നത്. ബോയ്സ് നമുക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. വളരെ ശോകം പിടിച്ച സ്ഥലമാണ്. എന്ത് ചെയ്യാൻ ബോയ്സ്? നമുക്ക് കാറിനകത്തിരുന്ന് കഴിക്കണം. ഫോഗിയാണോ? ഒന്നിട്ട് ക്ലിയർ ചെയ്ത് ഇവിടെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റത്തില്ലേ? ഞാൻ കസ്റ്റമർ അല്ലേ? എന്റെ ഫോട്ടോ എടുത്ത് എന്റെ വീഡിയോ മാത്രമേ എടുക്കത്തുള്ളൂ. കൊച്ചിക്കാരുടെ ഉറക്കം കെടുത്തുന്ന നിശസുന്ദരി ഇതാണോ? മാങ്ങാണ്ടി സ്ഥലത്തൊക്കെ വേറെ പണി. സരസ് വരുന്ന എന്റെ പെർഫോമൻസ് ആണ് നല്ലതെന്ന് നിങ്ങൾ കമന്റിൽ പറയുക കേട്ടോ. സരസ് ആണ് കമന്റിൽ ഈ ലൈവിന്റെ കമന്റിൽ പറഞ്ഞാൽ. അപ്പം ക്യാമറ ഒന്ന് പറയുന്ന ഇല്ല ലാസ്റ്റ് ഇത് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരുന്നു. ഇനി ഈ വേഷം ഇല്ല. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time. Till then, take care. Peace.